Illustration number 6, November 2020 ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് 15 മാർക്സിന്. A and B were carrying on business, sharing profits and losses equally. So Aയുടെയും Bയുടെയും profit sharing ratio 1:1. The firm's balance sheet as at 31st December 2011 was, so 31st December 2011 ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്, ലയബിലിറ്റീസ് തന്നിട്ടുണ്ട്, അസറ്റ്സ് തന്നിട്ടുണ്ട്. Then the business was carried on till 30th June 2012. Partners withdraw in equal amounts half the amount of profit made during the period of 6 months after charging depreciation. So പാർട്ട്നേഴ്സിൻ്റെ ഡ്രോയിങ്സിനെ പറ്റി പറയുന്നുണ്ട്. ഹാഫ് ദി എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ആ 6 മാസത്തെ, അതായത് ബാലൻസ് ഷീറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 31st December 2011 ആണ്. ബിസിനസ് 30th June 2012 വരെയാണ് കണ്ടിന്യൂ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഡിസോൾവ് ആയി. സോ ആ 6 മാസത്തെ പ്രോഫിറ്റിൻ്റെ പകുതി എമൗണ്ട് പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്തു. ഓക്കെ, അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ആഫ്റ്റർ ചാർജിങ് ഡെപ്രിസിയേഷൻ 10% ഓൺ മെഷീനറി, 10% പെർ ആനം ഓൺ മെഷീനറി. സോ മെഷീനറിയുടെ 10% ഡെപ്രിസിയേഷൻ പെർ ആനമാണ് തന്നിരിക്കുന്നത്, അത് ശ്രദ്ധിക്കണം. പക്ഷേ നമുക്കിവിടെ 6 months മതി. സോ 5% ആണ് മെഷീനറിക്ക്. ആൻഡ് ആഫ്റ്റർ റൈറ്റിംഗ് ഓഫ് 5% ഓൺ ലീസോൾഡ് പ്രൊമൈസസ്. സോ ഇവിടെ പെർ ആനം ആണോ അല്ലെങ്കിൽ ഫോർ 6 months ആണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. സോ ഓൾ ടുഗെദർ 5% എടുത്താൽ മതി ലീസോൾഡ് പ്രൊമൈസസിന്. സോ ഇവിടെ എന്താണ്, മിഷനറിക്ക് 5%ഉം എൽ പിക്ക് 5%ഉം. ഇൻ ദ ഹാഫ് ഇയർ സൺട്രി ക്രെഡിറ്റേഴ്സ് were reduced by 10,000 and bank OD by 15,000. So sundry creditors 60,000 ഉണ്ടായത് they reduced by 10,000. So 50,000 ആയി. Bank OD reduced by 15,000. So 35,000 20,000 ആയി. On 30th June 2012 stock was valued at 75,000 and debtors at 60,000. corresponding ആയിട്ട് നമ്മൾ സൈഡിൽ ഒന്ന് എമൗണ്ട്സ് എഴുതിയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. Then JLP had been surrendered for 9,000 before 30th June and other items remained the same as at 31st December 2011. On 30th June 2012, the firm sold the business to a limited company. So 30th June 2012 limited companyക്ക് സെൽ ചെയ്തു പാർട്ണർഷിപ്പ് ഫോം. The value of goodwill was fixed at 1 lakh. So goodwillൻ്റെ വാല്യൂ 1 lakh ആണ്. Rest of the assets were valued on the basis of balance sheet. So balance sheet ബേസിസിലാണ് rest of the assets വാല്യൂ ചെയ്തിരിക്കുന്നത്. The company paid the purchase consideration in equity shares of 10 each. So purchase consideration equity shares ആയിട്ടാണ് പേ ചെയ്തിരിക്കുന്നത്. എത്രയാണ് അറിയില്ല, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. You are required to prepare balance sheet as at 30th June 2012, realization account, partners capital account showing the final settlement. സോ ആദ്യം തന്നെ നമുക്കൊരു ബാലൻസ് ഷീറ്റ് വരയ്ക്കാം. ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 30th June 2002, ദെൻ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുക, റഫ് ബാലൻസ് ഷീറ്റ് വരയ്ക്കുക. ഓക്കെ, ഇത് ഫെയർ ബാലൻസ് ഷീറ്റ്. ആദ്യം തന്നെ നമുക്ക് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യാം. സോ ഫസ്റ്റ് ബാലൻസ് ബ്രോട്ട് ഡൗൺ എഴുതാം. 1,40,000, 1,30,000. ദെൻ ഡ്രോയിങ്സ് ഉണ്ട്. ഡ്രോയിങ്സ് എത്രയാണ്, 10,000ഉം 6,000ഉം. 10,000 6,000 ടു ക്യാഷ് എന്ന് കൊടുത്ത് ഡ്രോയിങ്സ് എഴുതാം. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്, ഡെബിറ്റ് ബാലൻസ് ആണ്. സോ അതും ക്യാൻസൽ ചെയ്യാം. 26,000 1:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. 13,000 13,000. സോ ബാലൻസ് ക്യാരി ഡൗൺ 1,17,000ഉം 1,11,000ഉം ആണ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസിങ് ഫിഗർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ക്യാപിറ്റലിൻ്റെ ബാലൻസിങ് ഫിഗർ കിട്ടി. ഇനി നമുക്കത് റഫ് ബാലൻസ് ഷീറ്റിൽ പോസ്റ്റ് ചെയ്യാം. സോ ക്യാപിറ്റൽ അക്കൗണ്ട് AB 1,17,000ഉം 1,10,000ഉം. ബാക്കി അസറ്റ്സും ലയബിലിറ്റീസ് എഴുതാം. സ്റ്റോക്ക് 75,000 റീവാല്യൂഡ് എമൗണ്ട് ആണ്, അത് ക്വസ്റ്റ്യൻ്റെ സൈഡിൽ എഴുതിയിട്ടതാണ്. സ്റ്റോക്ക് 75,000. ദെൻ മെഷീനറി 5% ഡെപ്രിസിയേഷൻ ഫോർ 6 months ആണ്. നേരത്തെ 10% പെർ ആനം എന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്, അത് 6 മാസത്തേക്ക് 5% ഡെപ്രിസിയേഷൻ. സോ 1,50,000 മൈനസ് 5% ചെയ്യുമ്പോൾ 1,42,500 വരും. ദെൻ ഡെറ്റേഴ്സ് 60,000. ജോയിൻറ്റ് ലൈഫ് പോളിസി 9,000 ആണ്, അത് 9,000-ന് സറണ്ടർ ചെയ്തു. സോ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.
Then leasehold premises 34,000 minus 5% depreciation, so 32,300. Then next liability side sundry creditors 50,000, then bank OD 20,000. Balancing figure profit ആണ്. ഓക്കെ, സോ നമ്മൾ റഫ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് എന്തിനാണ്? പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഇവിടെ നോക്കിയേ 11,800 നമുക്ക് കിട്ടിയത്. ഇവിടെ പാർട്ട്നേഴ്സ് വിഡ്രോ ഇൻ ഈക്വൽ എമൗണ്ട്സ് ഹാഫ് ദി എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് മെയ്ഡ് ഡ്യൂറിങ് ദ പീരിയഡ് ഓഫ് 6 months. സോ ഇത് പ്രോഫിറ്റ് ആഫ്റ്റർ ഡ്രോയിങ്സ് ആണ്. സോ പ്രോഫിറ്റ് ബിഫോർ ഡ്രോയിങ്സ് എങ്ങനെ കണ്ടുപിടിക്കും? 11,800 ഇൻറ്റു 2, ബിക്കോസ് പ്രോഫിറ്റിൻ്റെ ഹാഫാണ് വിഡ്രോ ചെയ്തത്. സോ 23,600 ഹാഫ് അവർ വിഡ്രോ ചെയ്തു. അപ്പോൾ എന്താണ്? റഫ് ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അതിനകത്ത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് കണ്ടുപിടിക്കാനായിട്ട് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. സോ ആ പ്രോഫിറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ബിഫോർ ഡ്രോയിങ്സ്, പ്രോഫിറ്റ് ആഫ്റ്റർ ഡ്രോയിങ്സ് ആണ്. സോ പ്രോഫിറ്റ് ബിഫോർ ഡ്രോയിങ്സ് കണ്ടുപിടിക്കാനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം 2 ആയിട്ട്. അപ്പോൾ 23,600 22,600 1:1 റേഷ്യോയിൽ എയ്ക്കും ബിക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 11,800 ആൻഡ് 11,800 ആണ് എയുടെയും ബിയുടെയും പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി ഫെയർ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. ക്യാപിറ്റൽ അക്കൗണ്ട്, അതിൽ ഏസ് ക്യാപിറ്റൽ 1,17,000, അതിൻ്റെ ഒപ്പം 11,800 പ്രോഫിറ്റ് എയുടെ ആഡ് ചെയ്യാം. ദെൻ റെഡ്യൂസ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഹാഫ് ഓഫ് പ്രോഫിറ്റ് ആണ്. 11,800 ഇൻറ്റു 1/2 ചെയ്യുമ്പോൾ 5,900 കിട്ടും. അത് മൈനസ് ചെയ്യുമ്പോഴാണ് നെറ്റ് 122,900 കിട്ടും. ബീസ് ക്യാപിറ്റലും സെയിം തിങ് 1,11,000 പ്ലസ് പ്രോഫിറ്റ് 11,800, അതിൻ്റെ ഹാഫ് ഡ്രോയിങ്സ് മൈനസ് ചെയ്യുമ്പോൾ 160,900 കിട്ടും. ദെൻ ക്രെഡിറ്റേഴ്സ് ബാങ്ക് ഓടി റഫ് ബാലൻസ് ഷീറ്റിലെ പോലെ തന്നെ എഴുതാം. ദെൻ മെഷീനറി 1,50,000 ആണ് ക്വസ്റ്റ്യനിലെ എമൗണ്ട്, മൈനസ് ഡെപ്രിസിയേഷൻ ചെയ്യുമ്പോൾ നമ്മൾ റഫ് ബാലൻസ് ഷീറ്റിൽ ഡയറക്റ്റ് ആയിട്ട് എഴുതിയത് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം മെയിൻ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ. സോ ഇങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. റിയലൈസേഷൻ അക്കൗണ്ട് നമ്മൾ ഈ ബാലൻസ് ഷീറ്റ് പ്രകാരമാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ അതിൽ നിന്ന് നോക്കി മെഷീനറി, സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, ലീസ് ഹോൾഡ് പ്രൊമൈസസ് ഡെബിറ്റ് സൈഡിൽ എഴുതി ക്യാൻസൽ ചെയ്യാം. ലയബിലിറ്റീസ് ആയ ക്രെഡിറ്റേഴ്സും ബാങ്ക് ഓടിയും ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. ദെൻ ഇവിടെ പർച്ചേസ് കൺസിഡറേഷൻ ഉണ്ട്. സോ കമ്പനി പെയ്ഡ് ദ പർച്ചേസ് കൺസിഡറേഷൻ ഇൻ ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 days. സോ പർച്ചേസ് കൺസിഡറേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. പർച്ചേസ് കൺസിഡറേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അസറ്റ്സ് ആസ് പെർ ബാലൻസ് ഷീറ്റ് എത്രയാണ്? 3,09,800. അതിൻ്റെ ഒപ്പം ഫേം സോൾഡ് ദ ബിസിനസ് ടു എ ലിമിറ്റഡ് കമ്പനി, വാല്യൂ ഓഫ് ഗുഡ് വിൽ വാസ് ഫിക്സ്ഡ് അറ്റ് 1 lakh. 1 lakh ആഡ് ചെയ്യണം. 1 lakh ആഡ് ചെയ്യുമ്പോൾ 4,09,800 കിട്ടും. അതിൽ നിന്നും ലയബിലിറ്റീസ് ആയ ക്രെഡിറ്റേഴ്സും ബാങ്ക് ഓടിയും റെഡ്യൂസ് ചെയ്യുമ്പോൾ പർച്ചേസ് കൺസിഡറേഷൻ 3,39,800 കിട്ടും. ഓക്കെ, ബൈ ലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞ് PC ഡ്യൂ 3,39,800 എഴുതാം. റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ബാലൻസിങ് ഫിഗർ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോകും. ഓക്കെ, ദെൻ നെക്സ്റ്റ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഷോവിങ് ദ ഫൈനൽ സെറ്റിൽമെൻറ്റ്, അതായത് ബാലൻസ് ബ്രോഡ് ഡൗൺ എഴുതാം. നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്തതിൻ്റെ ബാലൻസ് ക്യാരി ഡൗൺ ആണ് ബാലൻസ് ബ്രോഡ് ഡൗൺ. റിയലൈസേഷൻ പ്രോഫിറ്റ് എഴുതാം. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 11,800 പ്രോഫിറ്റ് വെച്ചിട്ടുണ്ട്, അതും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതാം. ദെൻ ഡ്രോയിങ്സ് ഉണ്ട് 5,900 ഈച്ച്. സോ 5,900 ക്യാഷ് എന്നും പറഞ്ഞ് എഴുതാം. ബാലൻസിങ് ഫിഗറാണ് പർച്ചേസ് കൺസിഡറേഷനായിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഇക്വിറ്റി ഷെയർസ്. സോ അതിൻ്റെ ബാലൻസിങ് ഫിഗറാണ് ഇക്വിറ്റി ഷെയർസ് ഇൻ ലിമിറ്റഡ് കമ്പനി. അത് രണ്ടും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ കറക്റ്റാണ്.